ഹായ് ഓൾ, ഫില്ലീസ് ഹോമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 32 വീക്കിൻ്റെ സ്കാനിങ്ങിന് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. 32 വീക്ക് എന്ന് പറയുമ്പോൾ 8th മന്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് സ്കാനിങ്ങിന് തന്നിരിക്കുന്ന ടൈം 2:40 ആണ്. എപ്പോഴും എൻ്റെ കൂടെ സ്കാനിങ്ങിന് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ചേച്ചിയും ഹസ്ബൻഡുമാണ് വരുന്നത്. അപ്പോൾ ചേച്ചി പതിവ് പോലെ വന്നിട്ടുണ്ട്. ലഞ്ചൊക്കെ കഴിച്ചു, ഞങ്ങൾ വേഗം ഇറങ്ങി. ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഫയൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊരു ഫയൽ തന്നായിരുന്നു, അത് പക്ഷേ ഈസി അല്ലായിരുന്നു, ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ ഒരെണ്ണം ഒരു ഫയൽ വാങ്ങിച്ചതാണിത്. ഈ ഫയലിലൊരു 6-5 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ലേബിൾ ചെയ്യാനൊരു ലേബിളും തന്നിട്ടുണ്ട്. നമുക്ക് ലേബിൾ ചെയ്ത് അതിനകത്ത് എഴുതി വയ്ക്കുവാണെങ്കിൽ നമുക്ക് എവിടെയാണ് റിപ്പോർട്ട്സ് വെച്ചേക്കുന്നത്, ബിൽസ് വെച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, അതിൻ്റെ ലിങ്ക് തരാവേ. അപ്പോൾ ഞങ്ങളിങ്ങനെ കാറിൽ പോകുമ്പോൾ ചേച്ചിക്കുള്ളൊരു വലിയ പ്രശ്നമാണ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. എപ്പോഴും വണ്ടി നിർത്തി മിറർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തൊരു അസുഖമാണെന്ന് തോന്നുന്നു. എന്തായാലും 2:40 മുമ്പേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും നല്ല കൂളായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് വലിയൊരു ഹാപ്പി അല്ലായിരുന്നു, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം 29th വീക്കിൽ ഒരു സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ പൊസിഷൻ ബ്രീച്ചാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 3 വീക്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വാ, ചിലപ്പോൾ ബ്രീച്ച് പൊസിഷൻ മാറാൻ ചാൻസ് ഉണ്ട് എന്നൊന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് മാറിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടി. അപ്പോഴേക്കും ഹസ്ബൻഡ് വന്നു, ഒരു മീറ്റിങ്ങിന് പോയേക്കുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഏതോ ഒരു അൾട്രാസൗണ്ടിലാണ് എന്നെ കയറ്റുക, ഏതാണെന്നറിയാൻ പാടില്ല. ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. എപ്പോഴും നമ്മളെ സ്കാൻ ചെയ്യുമ്പോൾ ഒരു ഫോം നമുക്ക് തരും അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ. അതൊക്കെ ഫില്ല് ചെയ്തു. അപ്പോൾ ആലോചിച്ച് കുറച്ച് ബിൽസൊക്കെ എടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ഉണ്ട്. എൻ്റെ വെയിറ്റ് പോലെ തന്നെ ബിൽസും ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുവാണ്. അത് കളഞ്ഞിട്ടില്ല, അത് ഞങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബിൽസാണ്. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. ഇതുവരെയായിട്ടും 2:40 പൊതുവേ കറക്റ്റ് ടൈമിൽ വിളിക്കുന്നതായിരുന്നു. ഇപ്രാവശ്യം എന്തോ കുറച്ച് 3 o'clock ടൈം കഴിഞ്ഞു പോയായിരുന്നു. പിന്നെ വിളിച്ചു, സ്കാൻ കഴിഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ബ്രീച്ച് പൊസിഷൻ മാറിയിട്ടേ ഇല്ല. പിന്നെ നാളെയും വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് താഴോട്ട് വന്നു. കഫറ്റേരിയയിൽ പോയിട്ടൊരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ താഴെ ഓണ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സ്കാനിങ് കഴിഞ്ഞ് വലിയ ഹാപ്പി അല്ലായിരുന്നു. ബ്രീച്ച് പൊസിഷനിൽ നിന്ന് കൊച്ച് എക്സ്റ്റെൻഡഡ് ബ്രീച്ച് ആയിപ്പോയി. അപ്പോൾ നെക്സ്റ്റ് ഡേ ഡോക്ടർ ഒന്നുകൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പ്രൊസീജിയറുണ്ട് ലേബർ റൂമിൽ വെച്ച്. അതൊക്കെ കേട്ടപ്പോൾ തന്നെ എൻ്റെ പാതി ജീവൻ പോയി. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇനി നാളെ വരേണ്ടതല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചേച്ചിയുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ രാത്രി വീട്ടിൽ വന്നപ്പോൾ ചേച്ചിക്ക് ഭയങ്കര മടിയെല്ലാം ഉണ്ടാക്കാൻ. പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾക്കും അതായിരുന്നു ഇഷ്ടം. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞു, ചേട്ടനും വന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോയി. നാളത്തെ ഒരു ടെൻഷനായിട്ട് തന്നെ കിടന്നുറങ്ങി. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാവേ. ബായ്.